കാലിൻ്റെ നീരിന് എന്നേക്കും വിട. നീര് പ്രായമാകുന്നതിൻ്റെ ഒരു ഭാഗം മാത്രമാണെന്ന് അവർ നിങ്ങളോട് പറഞ്ഞു. പക്ഷെ അതൊരു നുണയാണെങ്കിലോ? വർഷങ്ങളായി ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി ക്രീമുകൾ, ഗുളികകൾ, കുത്തിവെപ്പുകൾ എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നു. അതേസമയം 60 വയസ്സിനു ശേഷം കാൽമുട്ടുകൾ തകരുക, കാലുകൾ ഇഴയുക, പേശികൾ അപ്രത്യക്ഷമാകുക എന്നിവയുടെ യഥാർത്ഥ മൂലകാരണം പൂർണ്ണമായും അവഗണിക്കുന്നു. എന്തുകൊണ്ട്? കാരണം അത് അവരുടെ കോടാനുകോടി ഡോളർ മൂല്യമുള്ള ജോയിൻറ്റ് സപ്ലിമെൻറ്റ് ഇൻഡസ്ട്രിയെ ഭീഷണിപ്പെടുത്തുന്നതാണ്. മിക്ക മുതിർന്നവരും വാർദ്ധക്യം അനുഭവിക്കുന്നില്ല, അവർ കൊളാജൻ പട്ടിണിയാണ് അനുഭവിക്കുന്നത്. ചതഞ്ഞ ചർമ്മം, സന്ധികളിൽ ബലഹീനത, കാലുകളിൽ വീർക്കൽ, നിങ്ങളുടെ ശരീരം പഴയപടിയാകാത്തപ്പോൾ തകരുന്ന തോന്നൽ എന്നിവയുമായി ഇത് പ്രത്യക്ഷപ്പെടുന്നു. നിങ്ങളുടെ പലചരക്ക് കടയിൽ സാധാരണയായി കാണപ്പെടുന്ന 8 പ്രത്യേക പച്ചക്കറികളിൽ ഏതൊരു വിലയേറിയ സപ്ലിമെൻറ്റിനേക്കാളും ഫലപ്രദമായി കൊളാജൻ പുനർനിർമ്മിക്കുന്ന കോമ്പൗണ്ട്സ് അടങ്ങിയിട്ടുണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാലോ? സ്റ്റാൻഫോർഡിലെ ഗവേഷകർ ഈ പച്ചക്കറികൾ കഴിക്കുന്ന 60 വയസ്സിന് മുകളിലുള്ളവർക്ക് 6 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ കാലിലെ നീരും വീക്കവും 73% കുറയുമെന്ന് തെളിയിച്ചിട്ടുണ്ട്. ഈ വീഡിയോയിൽ കൊളാജൻ സ്വാഭാവികമായി പുനരുജ്ജീവിപ്പിക്കുന്ന 8 പച്ചക്കറികളെ ഞങ്ങൾ തുറന്നുകാട്ടുന്നു. ഏറ്റവും കുറഞ്ഞത് മുതൽ ഏറ്റവും ശക്തമായതുവരെ റാങ്ക് ചെയ്തിരിക്കുന്നു. നിങ്ങൾ ഉറങ്ങുമ്പോൾ നിങ്ങളുടെ ശരീരത്തെ കൊളാജൻ ഉൽപ്പാദിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന രണ്ടാമത്തെ പച്ചക്കറിയെക്കുറിച്ച് നിങ്ങൾ കേൾക്കുന്നതുവരെ ഇത് കാത്തിരിക്കുമല്ലോ. ഞങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് 2 ചോദ്യങ്ങൾ. നിങ്ങളുടെ കാലുകളിൽ അടുത്തിടെ കൂടുതൽ നീര് വരുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? 1 വർഷം മുമ്പുള്ളതിനേക്കാൾ നടത്തം കൂടുതൽ ബുദ്ധിമുട്ടാണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. വെജിറ്റബിൾ നമ്പർ 8, സുക്കിനി അല്ലെങ്കിൽ കക്കരിക്ക. ദിവസ അവസാനത്തോടെ നിങ്ങളുടെ കാൽമുട്ടുകൾ വീർക്കുന്നതായി തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ നടക്കാൻ പോകുമ്പോഴെല്ലാം നിങ്ങളുടെ ആംഗിൾസ് വീർക്കുന്നുണ്ടോ? വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അത് പരിഹരിക്കാൻ തുടങ്ങാനുള്ള ഏറ്റവും നല്ല മാർഗങ്ങളിലൊന്ന് 60 വയസ്സിന് മുകളിലുള്ള മിക്ക ആളുകളും അവഗണിക്കുന്ന പച്ച നിറത്തിലുള്ള സ്ക്വാഷ് ആയ കക്കരിക്ക ആണ്. കക്കരിക്കയെ ഇത്രയധികം സവിശേഷമാക്കുന്നത് സിലിക്കയുടെ ഏറ്റവും ഉയർന്ന നാച്ചുറൽ പച്ചക്കറി സ്രോതസ്സാണ് ഇതിനുള്ളത്. ഇത് നിങ്ങളുടെ ടിഷ്യൂകൾക്കുള്ളിൽ ഒരു സ്കഫോൾഡിംഗ് പോലെ പ്രവർത്തിക്കുന്ന ഒരു മിനറലാണ്. നിങ്ങളുടെ ശരീരം ഇത് കൊളാജൻ ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്നു. ഇത് നിങ്ങളുടെ സന്ധികളെ മൃദുവാക്കുകയും ചർമ്മത്തെ ഉറപ്പിക്കുകയും ചെയ്യുന്ന പ്രോട്ടീനാണ്. നിങ്ങൾക്ക് ആവശ്യത്തിന് സിലിക്ക ഇല്ലെങ്കിൽ നിങ്ങളുടെ കൊളാജൻ ദുർബലമാവുകയും അതിൻ്റെ ഫലമായി നീര്, കാഠിന്യം, ചർമ്മം കൂടുതൽ എളുപ്പത്തിൽ തൂങ്ങുകയോ ചതയുകയോ ചെയ്യാൻ തുടങ്ങുകയും ചെയ്യുന്നു. കക്കരിക്കയിൽ വിറ്റാമിൻ സി അടങ്ങിയിട്ടുണ്ട്. ഇത് അമിനോ ആസിഡുകളെ പുതിയ കൊളാജൻ സ്ട്രാൻഡുകളാക്കി മാറ്റാൻ നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമാണ്. എന്നാൽ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. സിലിക്കയും വിറ്റാമിൻ സിയും അതിലോലമാണ്. കക്കരിക്ക മൃദുവാകുന്നതുവരെ തിളപ്പിക്കുകയോ വറുക്കുകയോ ചെയ്യുന്നത് ഈ പോഷകങ്ങൾ നിങ്ങളുടെ പ്ലേറ്റിൽ എത്തുന്നതിന് മുമ്പ് നശിപ്പിക്കുന്നു. പരമാവധി പ്രയോജനപ്പെടുത്താൻ കക്കരിക്കയുടെ നേർത്ത കഷ്ണങ്ങൾ മുറിച്ച് ഒലിവ് ഓയിലും ഒരു നുള്ള് ഉപ്പും ചേർത്ത് കുറഞ്ഞ ചൂടിൽ വറക്കുക. അല്ലെങ്കിൽ ഇതിലും നല്ലത് ഇത് പച്ചയായി കഴിക്കുക. വെജിറ്റബിൾ നമ്പർ 7, ബീട്രൂട്ട്. രാത്രിയിൽ നിങ്ങളുടെ കാലുകൾക്ക് തണുപ്പ് അനുഭവപ്പെടുകയോ കാൽവിരലുകൾ ഇഴയുകയോ ചെയ്താൽ അത് മോശം ബ്ലഡ് സർക്കുലേഷൻ മാത്രമല്ല, ഇത് കൂടുതൽ ആഴത്തിലുള്ള ഒരു മുന്നറിയിപ്പ് സൂചനയായിരിക്കാം. കടും ചുവപ്പ് നിറത്തിലുള്ള ബീട്രൂട്ടിന് ഇത് പരിഹരിക്കുന്നതിന് വളരെ സവിശേഷമായൊരു മാർഗമുണ്ട്. ബീട്രൂട്ട് സ്വാഭാവികമായും നൈട്രിക് ഓക്സൈഡ് വർദ്ധിപ്പിക്കുന്നു. ഇത് നിങ്ങളുടെ രക്തക്കുഴലുകൾ തുറക്കുകയും കൂടുതൽ പോഷകങ്ങൾ അവയിലൂടെ സഞ്ചരിക്കാൻ അനുവദിക്കുകയും ചെയ്യുന്ന ഒരു കോമ്പൗണ്ടാണ്. 60 വയസ്സിന് ശേഷം ഇത് വളരെ പ്രധാനമാണ്, കാരണം മിക്ക മുതിർന്നവരിലും കാലുകളിലേക്കുള്ള രക്തയോട്ടം കുറയും. കൊളാജൻ ശക്തമായി തുടരാൻ വിറ്റാമിൻ സി, സിങ്ക്, പ്രോട്ടീൻ എന്നിവയുടെ നിർമ്മാണ ബ്ലോക്കുകൾ നിരന്തരം ആവശ്യമാണ്. അതുകൊണ്ടാണ് ബ്ലഡ് സർക്കുലേഷൻ മോശമാകുന്നത് പലപ്പോഴും തുടകളിലെ ചർമ്മം തൂങ്ങാനും കോൾഡ് ഫീറ്റ്, ഹെവി കാഫ്സ് എന്നിവയ്ക്കും ഇടയാക്കുന്നത്. ബീട്രൂട്ട് ആ ഭാഗങ്ങളിലേക്കൊക്കെ രക്തമൊഴുക്കുന്നു. എന്നാൽ മിക്ക ആളുകളും കുഴപ്പത്തിലാക്കുന്നത് ഇതാണ്. അവർ ബീട്രൂട്ട് വളരെ നേരം വേവിക്കുകയോ വിനാഗിരിയിൽ മുക്കി മുൻകൂട്ടി വേവിച്ചവ വാങ്ങുകയോ ചെയ്യുന്നു. 2 രീതികളും ഏറ്റവും പ്രധാനപ്പെട്ട കോമ്പൗണ്ട്സിനെ കൊല്ലുന്നതാണ്. പകരം സിട്രസ് പഴങ്ങൾ ഉപയോഗിച്ച് ബീട്രൂട്ട് ഒരു പുതിയ സാലഡിലേക്ക് പൊടിക്കുക. ഓറഞ്ചിലോ നാരങ്ങയിലോ ഉള്ള വിറ്റാമിൻ സി ബീട്രൂട്ടിൻ്റെ അബ്സോർപ്ഷൻ വർദ്ധിപ്പിക്കുന്നതാണ്. നിങ്ങൾ വേവിച്ചതാണ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ ബീട്രൂട്ട് മുഴുവനായും തൊലി കളഞ്ഞ് കുറഞ്ഞ ചൂടിൽ ഫോർക്ക് ടെൻഡർ ആകുന്നത് വരെ വറക്കുക. ഇത് ആൻറ്റി ഓക്സിഡൻറ്റ് ബീറ്റാ ലൈനുകളെ സംരക്ഷിക്കുന്നു. ഇതാദ്യം തന്നെ കൊളാജനെ തകർക്കുന്ന എൻസൈമുകളെ തടയാനും സഹായിക്കുന്നു. ജേണൽ ഓഫ് ജെറോണ്ടോളജിയിൽ പ്രസിദ്ധീകരിച്ച ഒരു പഠനത്തിൽ 4 ആഴ്ചത്തേക്ക് ദിവസവും ബീട്രൂട്ട് ജ്യൂസ് കുടിച്ച മുതിർന്നവരുടെ കാലിൻ്റെ താഴത്തെ ഭാഗത്തെ രക്തയോട്ടം
21% വർദ്ധിച്ചതായി കാണിക്കുകയും നടക്കാൻ കൂടുതൽ എൻഡ്യൂറൻസ് കാണിക്കുകയും ചെയ്തു. എന്നാൽ ഫലം കാണാൻ നിങ്ങൾ അതിൽ നിന്ന് ജ്യൂസ് കുടിക്കേണ്ടതില്ല. ആഴ്ചയിൽ 2-3 തവണ പച്ചയായോ ചെറുതായി വറുത്തതോ ആയ സെർവിങ് നിങ്ങളുടെ കാലുകൾക്ക് ഊഷ്മളതയും ശക്തിയും തിരികെ നൽകാൻ സഹായിക്കും. വെജിറ്റബിൾ നമ്പർ 6, ക്യാരറ്റ്. നിങ്ങൾ ജീവിതകാലം മുഴുവൻ ക്യാരറ്റ് കഴിച്ചിട്ടുണ്ടാകാം. പക്ഷേ വരണ്ട ചർമ്മം, കാൽമുട്ടുകളുടെ വേദന അല്ലെങ്കിൽ വിട്ടുമാറാത്ത ലോവർ ലെഗ്സിലെ നീര് എന്നിവ നിങ്ങളിപ്പോഴും നേരിടുന്നുണ്ടെങ്കിൽ 60 വയസ്സിന് ശേഷം നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമുള്ള രീതിയിൽ നിങ്ങൾ അവ കഴിക്കുന്നില്ലായിരിക്കാം. ക്യാരറ്റിൽ ബീറ്റാ കാരോട്ടിൻ നിറഞ്ഞിരിക്കുന്നു. ഇത് നിങ്ങളുടെ ശരീരം വിറ്റാമിൻ എ ആയി മാറുന്ന ഒരു സംയുക്തമാണ്. കൊളാജൻ പുനരുജ്ജീവിപ്പിക്കുന്നതിന് വിറ്റാമിൻ എ അത്യന്താപേക്ഷിതമാണ്. ഇവിടെയാണ് അത് സീരിയസ് ആകുന്നത്. ആവശ്യത്തിന് വിറ്റാമിൻ എ ഇല്ലാതെ പുതിയ കൊളാജൻ നിർമ്മിക്കുന്നതിന് ഉത്തരവാദികളായ നിങ്ങളുടെ ഫൈബ്രോബ്ലാസ്റ്റ് കോശങ്ങൾ പ്രവർത്തനരഹിതമാകാൻ തുടങ്ങുന്നു. ഇത് ചർമ്മം കനം കുറഞ്ഞതാകുന്നതിനും സന്ധികൾ പൊട്ടുന്നതിനും പേശികളുടെ ഘടനയിലും പ്രത്യേകിച്ച് കാലുകളിൽ സാവധാനത്തിലും എന്നാൽ സ്ഥിരമായും തകരുന്നതിനും കാരണമാകുന്നു. അതുകൊണ്ടാണ് പല മുതിർന്ന പൗരന്മാരും അവരുടെ തുടകൾ ദുർബലമാകുന്നതും ബാലൻസ് വഴുതിപ്പോകുന്നതും ചർമ്മം കൂടുതൽ എളുപ്പത്തിൽ ചതയുന്നതുമൊക്കെ ശ്രദ്ധിക്കുന്നത്. ക്യാരറ്റ് അത് തടയാൻ സഹായിക്കുമെങ്കിലും മിക്ക ആളുകളും അവയെ അമിതമായി വേവിക്കുകയോ അവയുടെ പോഷകങ്ങൾ നീക്കം ചെയ്യുകയോ അല്ലെങ്കിൽ അവയുടെ രോഗശാന്തി ശേഷിയെ സജീവമാക്കുന്ന ഒരു ഘട്ടം ഒഴിവാക്കുകയോ ചെയ്യുന്നു. എണ്ണയില്ലാതെ പച്ചയായി കഴിക്കുമ്പോഴോ സാധാരണ രീതിയിൽ വേവിക്കുമ്പോഴോ നിങ്ങളുടെ ശരീരത്തിന് ബീറ്റാ കരോട്ടിൻ കൂടുതലായി അബ്സോർബ് ചെയ്യാൻ കഴിയില്ല. എന്നാൽ ഒരു ടീസ്പൂൺ ഒലിവ് ഓയിൽ, നെയ്യ് അല്ലെങ്കിൽ അവക്കാഡോ ഓയിൽ എന്നിവ ചേർക്കുന്നത് അബ്സോർപ്ഷൻ 600% കൂടുതൽ വർദ്ധിപ്പിക്കുമെന്ന് പഠനങ്ങൾ കാണിക്കുന്നു. അതായത് നിങ്ങൾ അവ തയ്യാറാക്കുന്ന രീതി ക്രമീകരിക്കുന്നതിലൂടെ നിങ്ങളുടെ ക്യാരറ്റിൻ്റെ കൊളാജൻ നിർമ്മാണ ശക്തി 6 മടങ്ങ് വർദ്ധിപ്പിക്കാൻ കഴിയും. വെജിറ്റബിൾ നമ്പർ 5, ചുവന്ന ക്യാബേജ്. നിങ്ങളുടെ കാലുകളിൽ പെട്ടെന്ന് ചതവ് അനുഭവപ്പെടുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് വാർദ്ധക്യം മാത്രമല്ല, ഇത് കാപ്പില്ലറി സ്ട്രെങ്തിലെ തകർച്ചയാണ്. ഏറ്റവും അവഗണിക്കപ്പെടുന്ന പരിഹാരങ്ങളിലൊന്ന് നിങ്ങളുടെ ഫ്രിഡ്ജിൽ തന്നെ ഇരിക്കുന്നു. കടും പർപ്പിൾ ഇലക്കറിയായ ചുവന്ന ക്യാബേജ് പലപ്പോഴും സ്ലോ ആയി പൊടിച്ചെടുക്കുന്ന ആന്തോസയാനിനുകളുടെ ഏറ്റവും സമ്പന്നമായ ഉറവിടങ്ങളിൽ ഒന്നാണ്. രക്തക്കുഴലുകളെ നേരിട്ട് ശക്തിപ്പെടുത്തുകയും ചർമ്മത്തിലെ നീര് കുറയ്ക്കുകയും ചെയ്യുന്ന കോമ്പൗണ്ട്സ് ആണ് ഇത്. ചുവന്ന ക്യാബേജിൽ അത്ഭുതകരമായ അളവിൽ വിറ്റാമിൻ കെ അടങ്ങിയിട്ടുണ്ട്. ഇത് രക്തത്തിലെ കാൽസ്യം നിയന്ത്രിക്കാൻ സഹായിക്കുന്നതാണ്. പ്രായമായവരിൽ ഒരു സാധാരണ പ്രശ്നമായ ചെറിയ സിരകളിലും ധമനികളിലും കാൽസ്യം നിക്ഷേപം അടിഞ്ഞുകൂടുമ്പോൾ രക്തം ശരിയായി ഒഴുകാൻ പാടുപെടും. അപ്പോഴാണ് നിങ്ങൾ സ്പൈഡർ വെയിൻസ്, പർപ്പിൾ ആംഗിൾ, കാൽ വിരലുകളിലെ മരവിപ്പ് എന്നിവയൊക്കെ കാണാൻ തുടങ്ങുന്നത്. വിറ്റാമിൻ കെ ഒരു ട്രാഫിക് കൺട്രോളർ പോലെയാണ് പ്രവർത്തിക്കുന്നത്. കാൽസ്യം രക്തക്കുഴലുകളിൽ നിന്ന് അകറ്റി അസ്ഥികളിലേക്ക് തിരിച്ചുവിടുന്നു. അത് നിങ്ങളുടെ ബ്ലഡ് സർക്കുലേഷന് മാത്രമല്ല, കൊളാജൻ സ്ഥിരതയ്ക്കും ഇത് അത്യന്താപേക്ഷിതമാണ്. കാരണം അടഞ്ഞുപോയ വെസൽസ് അർത്ഥമാക്കുന്നത് ഓക്സിജൻ കുറവാണെന്നും അറ്റകുറ്റപ്പണി ആവശ്യമുള്ള ടിഷ്യൂകളിലേക്ക് പോഷകങ്ങൾ കുറവാണെന്നുമൊക്കെ അർത്ഥമാക്കുന്നു. ചുവന്ന ക്യാബേജ് പച്ച ക്യാബേജിനേക്കാൾ 10 മടങ്ങ് കൂടുതൽ പോളിഫെനോളുകൾ അടങ്ങിയിട്ടുണ്ട്. ആ പോളിഫെനോളുകൾ എലാസ്റ്റേസ് എന്ന എൻസൈമിനെ മന്ദഗതിയിലാക്കും. ഇത് നിങ്ങളുടെ ചർമ്മത്തിലെ എലാസ്റ്റിൻ, കൊളാജൻ നാരുകൾ എന്നിവ തകർക്കും. ഫുഡ് ആൻഡ് ഫങ്ഷനിൽ നിന്നുള്ള 2018 ഒരു പഠനത്തിൽ ദിവസവും ചുവന്ന ക്യാബേജ് കഴിച്ച പ്രായമായവരിൽ 6 ആഴ്ചയ്ക്കുള്ളിൽ ചർമ്മത്തിൻ്റെ ഘനത്തിലും പ്രതിരോധശേഷിയിലുമൊക്കെ 32% പുരോഗതിയാണ് കാണിച്ചത്. അവരുടെ ചതവ് കുറഞ്ഞു, അവരുടെ ചർമ്മത്തിൻ്റെ നിറം തുല്യമായി, നടക്കുമ്പോൾ കാലുകളിൽ ക്ഷീണം കുറഞ്ഞതായും അവർ റിപ്പോർട്ട് ചെയ്തു. എന്നാൽ ഒരു തന്ത്രമുണ്ട്: അധികം വേവിക്കരുത്. അടുത്തതായി, കുട്ടികൾ വളരെയധികം വെറുക്കുകയും മുതിർന്നവർ അവഗണിക്കുകയും ചെയ്യുന്ന ഒരു പച്ചക്കറിയാണ്. ശരിയായ രീതിയിൽ കഴിക്കുമ്പോൾ കാലുകളുടെ ശക്തി ഏകദേശം 40% വർദ്ധിപ്പിക്കുമെന്ന് മിക്ക ആളുകളും മനസ്സിലാക്കുന്നില്ല. വെജിറ്റബിൾ നമ്പർ 4, ബ്രസൽസ് സ്പ്രൗട്ട്സ്. കുട്ടിക്കാലത്ത് നിങ്ങൾ ഒഴിവാക്കിയ പച്ചക്കറി ബ്രസൽസ് സ്പ്രൗട്ട്സ് ആയിരിക്കാം. പക്ഷേ 60 വയസ്സിന് ശേഷം നിങ്ങളുടെ ശരീരം ഇപ്പോൾ ആഗ്രഹിക്കുന്ന രഹസ്യ ആയുധമായിരിക്കും അത്. ലഘുവായ പാചകത്തിന് ശേഷവും സ്ഥിരത നിലനിർത്തുന്ന ഒരുതരം വിറ്റാമിൻ സി ബ്രസൽസ് സ്പ്രൗട്ട്സിൽ നിറഞ്ഞിരിക്കുന്നു. അത് പ്രധാനമാണ്, കാരണം നമ്മൾ പറഞ്ഞതുപോലെ കൊളാജൻ ഉൽപ്പാദിപ്പിക്കാൻ നിങ്ങളുടെ ശരീരം ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുവാണ് വിറ്റാമിൻ സി. എന്നാൽ ബ്രസൽസ് സ്പ്രൗട്ട്സ് അതിലും മുന്നോട്ട് പോകും. അവയിൽ സൾഫോറഫൈൻ അടങ്ങിയിട്ടുണ്ട്. ഇത് നിങ്ങളുടെ ശരീരത്തിനുള്ളിലെ പുനരുജ്ജീവനത്തിനും നന്നാക്കലിനും ഉത്തരവാദികളായ ജീനുകളെ സജീവമാക്കുന്ന ശക്തമായൊരു കോമ്പൗണ്ടാണ്. ലളിതമായി പറഞ്ഞാൽ, ഇത് നിങ്ങളുടെ ശരീരത്തെ തകരുന്ന കാര്യങ്ങൾ പുനർനിർമ്മിക്കാൻ തുടങ്ങാൻ പറയുന്നു.
ജേണൽ ഓഫ് ന്യൂട്രീഷൻ ആൻഡ് ഏജിങ്ങിൽ പ്രസിദ്ധീകരിച്ച 2021 ഒരു ക്ലിനിക്കൽ ട്രയലിൽ ബ്രസൽസ് സ്പ്രൗട്ട്സ് പോലുള്ള പച്ചക്കറികൾ ദിവസവും കഴിച്ച മുതിർന്നവരിൽ 10 ആഴ്ചകൾക്ക് ശേഷം കാലുകളുടെ ശക്തിയിലും സന്ധികളുടെ വഴക്കത്തിലും 39% പുരോഗതിയാണ് കണ്ടെത്തിയത്. അതൊരു അതിശയിപ്പിക്കുന്ന സംഖ്യയാണ്. എന്നാൽ മിക്ക ആളുകളും അവ തവിട്ട് നിറമാകുന്നതുവരെ അമിതമായി വറുക്കുകയോ ചട്ടിയിൽ വറുക്കുകയോ ചെയ്തുകൊണ്ട് നശിപ്പിക്കുന്നു. അത് അതിലോലമായ എൻസൈമുകളെ നശിപ്പിക്കുകയും അവയെ ഒരു ആൻറ്റി പോഷക ബോംബാക്കി മാറ്റുകയും ചെയ്യും. പകരം ബ്രസൽസ് സ്പ്രൗട്ട്സ് ഏകദേശം 5 മിനിറ്റ് ചെറുതായി ആവിയിൽ വേവിക്കണം, അല്ലെങ്കിൽ പകുതിയായി മുറിച്ച് ഒലിവ് ഓയിലും നാരങ്ങാനീരും ചേർത്ത് കുറഞ്ഞ ചൂടിൽ വറുക്കുക. എല്ലാ പോഷകങ്ങളും കേടുകൂടാതെ സൂക്ഷിക്കാൻ നിങ്ങൾക്കവയെ പച്ചയായി അരിഞ്ഞ് ക്യാരറ്റും ആപ്പിളും ചേർത്ത് കഴിക്കാം. വെജിറ്റബിൾ നമ്പർ 3, ചീര. നിങ്ങളുടെ കാലുകൾ കൂടുതൽ ഇറുകിയതായി തോന്നുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ചലിക്കുമ്പോൾ പേശികൾ വലിക്കുകയോ അടഞ്ഞു പോകുകയോ ചെയ്യുന്നത് പോലെ, അല്ലെങ്കിൽ നിങ്ങളുടെ കാലുകൾ അർദ്ധരാത്രിയിൽ ഞെരുങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് 2 പ്രധാന പോഷകങ്ങളുടെ കുറവുണ്ടാകാം. 1 മഗ്നീഷ്യം, 2 കൊളാജൻ. സാലഡുകളിൽ നിങ്ങൾ കാണുന്ന ഇലക്കറിയായ ചീര 2 പ്രശ്നങ്ങളും ഒരേ സമയം പരിഹരിക്കുന്നതിന് ഏറ്റവും കുറച്ചു കാണുന്ന ഭക്ഷണമായിരിക്കാം. ചീരയിൽ മഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട്. ഇത് നിങ്ങളുടെ പേശികളെ വിശ്രമിക്കുകയും വീക്കം ആദ്യം തന്നെ കുറയ്ക്കുകയും ചെയ്യും. എന്നാൽ മിക്ക ആളുകൾക്കും അറിയാത്ത കാര്യം, ചീരയിൽ ല്യൂട്ടിൻ എന്ന ഒരു കോമ്പൗണ്ട് അടങ്ങിയിട്ടുണ്ട്. ഇത് കണ്ണുകളെ സംരക്ഷിക്കുക മാത്രമല്ല, ചർമ്മത്തിലെയും കണക്റ്റീവ് ടിഷ്യൂസിലെയും കൊളാജൻ്റെ ഡീഗ്രഡേഷനെ മന്ദഗതിയിലാക്കുകയും ചെയ്യുന്നതാണ്. മിക്ക ആളുകളും ചീര നനയുന്നതുവരെയോ എണ്ണയിൽ മൂക്കുന്നതുവരെയോ വേവിക്കും. ഇത് അതിൻ്റെ സ്വാഭാവിക ആൻറ്റി ഓക്സിഡൻറ്റുകൾ നീക്കം ചെയ്യുകയും കൈപ്പേറിയ ഒരു മിശ്രിതം അവശേഷിപ്പിക്കുകയും ചെയ്യും. ചീരയിൽ നിന്ന് പരമാവധി പ്രയോജനപ്പെടുത്താൻ അത് റോ ആയി സ്മൂത്തികളായി കലർത്തണം. സിട്രസ് പഴങ്ങൾക്കൊപ്പം പുതിയ സലാഡുകളിലേക്കൊക്കെ ഇത് ചേർക്കാം. വെജിറ്റബിൾ നമ്പർ 2, റൊമാനസ്കോ ബ്രോക്കോളി. ഒറ്റ നോട്ടത്തിൽ ഇത് മറ്റൊരു ഗ്രഹത്തിൽ വളരുന്ന എന്തോ പോലെ കാണപ്പെടും. എന്നാൽ ഈ വിചിത്രമായി കാണപ്പെടുന്ന പച്ചക്കറി വീക്കത്തിനെതിരെ പോരാടാനും കൊളാജൻ പുനഃസ്ഥാപിക്കാനും കാലുകളുടെ ശക്തി വർദ്ധിപ്പിക്കാനും 60 വയസ്സിന് ശേഷം നിങ്ങൾക്ക് കഴിക്കാൻ കഴിയുന്ന ഏറ്റവും ശക്തമായ പ്രകൃതിദത്ത ഉപകരണങ്ങളിലൊന്നായിരിക്കാം. ബ്രോക്കോളി, കോളിഫ്ലവർ എന്നിവ ഉൾപ്പെടുന്ന കുടുംബത്തിൽപ്പെട്ടതാണ് റോമനസ്കോ. പ്രത്യേകിച്ച് ഗ്ലൂക്കോസിനോലേറ്റുകളാൽ സമ്പുഷ്ടമാണിത്. ഇവ കരളിനെ വിഷവിമുക്തമാക്കാനും കണക്റ്റഡ് ടിഷ്യൂവിനെ തകർക്കുന്ന എൻസൈമുകളെ പുറന്തള്ളാനും സഹായിക്കുന്ന സൾഫർ അടങ്ങിയ ഒരു മോളിക്യൂളാണ്. എന്നാൽ റൊമാനസ്കോ കരളിനേക്കാൾ ആഴത്തിലാണ് പ്രവർത്തിക്കുന്നത്. വിറ്റാമിൻ കെ, വിറ്റാമിൻ സി, സിങ്ക് എന്നിവയും ഇതിൽ കൂടുതലാണ്. ഇവയെല്ലാം രക്തക്കുഴലുകൾ നന്നാക്കുന്നതിനും നിങ്ങളുടെ ചർമ്മത്തെ ഉറച്ചതും കാലുകൾ ഭാരം കുറഞ്ഞതുമായി നിലനിർത്തുന്ന മൈക്രോസ്കോപ്പിക് സ്കഫോൾഡിംഗ് ശക്തിപ്പെടുത്തുന്നതിനും നിർണായകമാണ്. ഇൻ്റർനാഷണൽ ജേണൽ ഓഫ് മോളിക്യുലർ സയൻസിൽ നിന്നുള്ള 2022 ഒരു പഠനത്തിൽ റൊമാനസ്കോ അടങ്ങിയ ഭക്ഷണം ദിവസവും കഴിച്ച മുതിർന്നവർക്ക് കൺട്രോൾ ഗ്രൂപ്പുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 33% മികച്ച കൊളാജൻ സാന്ദ്രതയും സന്ധിവേദനയുടെ പരാതികൾ 26% കുറവുമായിരുന്നു. ഇതാ ഒരു കാര്യം, തിളപ്പിച്ചതോ അമിതമായി ആവിയിൽ വേവിച്ചതോ ആണെങ്കിൽ ഈ പച്ചക്കറിയുടെ ശക്തി വളരെ കുറയും. പൂർണ്ണ ഗുണങ്ങൾ ലഭിക്കാൻ അതിനെ പൂക്കളായി മുറിച്ച് ഒലിവ് ഓയിലും നാരങ്ങയിലും ഇട്ട് കുറഞ്ഞ ചൂടിൽ മൃദുവാക്കുന്നതുവരെ വറക്കുക. അല്ലെങ്കിൽ അതിലും നല്ലത് ഇത് ചെറുതായി ആവിയിൽ വേവിച്ച് മഞ്ഞളും വെളുത്തുള്ളിയും ചേർത്ത് വിളമ്പുന്നതാണ്. അവസാനത്തെ പച്ചക്കറി നിങ്ങൾ വർഷങ്ങളായി ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. പക്ഷെ ശരിയായ രീതിയിൽ കഴിച്ചാൽ 1 മാസത്തിനുള്ളിൽ നിങ്ങളുടെ ചർമ്മം, കാലുകൾ, സന്ധികൾ എന്നിവ എങ്ങനെ അനുഭവപ്പെടുന്നു എന്നതിനെ പൂർണ്ണമായും മാറ്റാൻ കഴിയും. വെജിറ്റബിൾ നമ്പർ 1, പാഴ്സ്ലി. ഇന്ന് മുതിർന്ന പൗരന്മാർക്ക് ലഭ്യമായ ഏറ്റവും ശക്തമായ കൊളാജൻ പുനരുജ്ജീവിപ്പിക്കുന്ന പച്ചക്കറി ഇതായിരിക്കാം. നമ്മൾ സംസാരിക്കുന്നത് പോഷകങ്ങൾ നിറഞ്ഞ പുതിയതും ഊർജ്ജസ്വലവുമായ പാഴ്സ്ലിയെക്കുറിച്ചാണ്. അത് നിങ്ങളുടെ ശരീരത്തിനുള്ളിൽ ഒരു കംപ്ലീറ്റ് റിപ്പയർ നടത്തുന്നു. ഏതൊരു പച്ചക്കറിയേക്കാളും, ഓറഞ്ചിനേക്കാളും കൂടുതൽ, ചീരയേക്കാൾ കൂടുതൽ, 1 ഗ്രാമിൽ ഏറ്റവും കൂടുതൽ വിറ്റാമിൻ സി അടങ്ങിയിരിക്കുന്ന ഒന്നാണ് പാഴ്സ്ലി. പാഴ്സ്ലിയെ വ്യത്യസ്തമാക്കുന്നത് അതിൽ ക്ലോറോഫിൽ അടങ്ങിയിട്ടുണ്ട് എന്നതാണ്. ഇത് സസ്യങ്ങൾക്ക് പച്ച നിറം നൽകുന്ന ഒരു പിഗ്മെൻ്റാണ്. ക്ലോറോഫിൽ റെഡ് ബ്ലഡ് സെൽസിൻ്റെ ഉൽപ്പാദനത്തെ പിന്തുണയ്ക്കുന്നതായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഇത് നിങ്ങളുടെ ശരീരത്തിലുടനീളം ഓക്സിജൻ വിതരണം മെച്ചപ്പെടുത്തും. കൂടുതൽ ഓക്സിജൻ നിങ്ങളുടെ കാലുകളിൽ എത്തുമ്പോൾ നിങ്ങളുടെ ടിഷ്യൂസ് വേഗത്തിൽ സുഖപ്പെടാൻ തുടങ്ങും. അതായത് നീര് കുറയുന്നു, മികച്ച ബാലൻസ് ലഭിക്കുന്നു, നടന്നതിന് ശേഷം കാലുകളുടെ ഭാരവും കുറയുന്നു. ക്ലിനിക്കൽ ഫൈറ്റോ സയൻസിൽ പ്രസിദ്ധീകരിച്ച ഒരു പഠനത്തിൽ ദിവസവും പുതിയ പാഴ്സ്ലി കഴിച്ച പങ്കാളികൾ വെറും 4 ആഴ്ചകൾക്ക് ശേഷം സ്കിൻ ഡെൻസിറ്റി, ജലാംശം, ബ്ലഡ് സർക്കുലേഷൻ എന്നിവയിൽ അളക്കാവുന്ന പുരോഗതി കാണിച്ചു.
കൂടാതെ ഇതൊരു പ്രകൃതിദത്ത ഡയൂററ്റിക് ആയതിനാൽ പാഴ്സ്ലി നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് അധികമായ ദ്രാവകം വരെ പുറന്തള്ളാൻ സഹായിക്കും. അതായത് നിങ്ങളുടെ ആങ്കിൾസ്, കാഫ്സ്, കാൽമുട്ടുകൾ എന്നിവ മെലിഞ്ഞതും വീക്കം കുറഞ്ഞതുമായി തുടരും. ഒരു പിടി മുഴുവൻ അരിഞ്ഞ് നിങ്ങളുടെ സാലഡ്, സൂപ്പ് അല്ലെങ്കിൽ സ്മൂത്തിയിൽ എല്ലാ ദിവസവും ചേർത്ത് നോക്കൂ. നിങ്ങൾക്ക് ഇത് നാരങ്ങാനീര്, വെളുത്തുള്ളി, ഒലീവ് ഓയിൽ എന്നിവയുമായി കലർത്തി കൊളാജൻ നിറഞ്ഞ ഒരു പച്ച സോസൊക്കെ ഉണ്ടാക്കാം. അത് എന്തുമായും നന്നായി ഇണങ്ങുന്നതാണ്. ഇത് കൂടുതൽ നേരം വേവിക്കുന്നതും ഒഴിവാക്കുക. ചൂട് വിറ്റാമിൻ സി നശിപ്പിക്കും. ആഴ്ചകൾക്കുള്ളിൽ ശക്തമായ മുടി, ഇറുകിയ ചർമ്മം, മുകളിലേക്ക് നടക്കുമ്പോൾ വേദന കുറയുന്നതൊക്കെ നിങ്ങൾക്ക് ജീവിതത്തിൽ ശ്രദ്ധിക്കാവുന്നതാണ്. നിങ്ങളുടെ സന്ധികൾക്കോ കാലിലെ വീക്കത്തിനോ വേണ്ടി ഈ പച്ചക്കറികളിൽ ഏതെങ്കിലും നിങ്ങൾ പരീക്ഷിച്ചിട്ടുണ്ടോ? ഏതാണ് നിങ്ങളെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത്? ഇപ്പോൾ തന്നെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അനുഭവങ്ങളും അഭിപ്രായങ്ങളും പങ്കിടുമല്ലോ. വീഡിയോ ലൈക്ക് ചെയ്ത് പരമാവധി ആളുകൾക്ക് ഷെയർ ചെയ്യണേ.